ഇതെല്ലാവർക്കും കിട്ടണം, ഇതെല്ലാരും ചെയ്യണം. ഞാൻ ഒരു കാര്യം നിനക്കോ പെണ്ണിട്ടിൽ ബാക്കിയെല്ലാരും ജീവിക്കണം എന്നറിയില്ല. ഇത് പറ, ഇതൊരു മാറ്റമില്ല. എടാ അല്ല അല്ല അത് ചാറ്റിനോട് ചാറ്റിനോട് ചോദിച്ചിട്ട് ഞാൻ ഇട്ട് ഡാൻസ് കളിച്ച ശേഷം പിന്നെ മാറ്റണം. ഇത് ഇവനായോണ്ട് ഇത്രയായി. ഈ റാംബോ എല്ലാം കളിക്കുന്ന ആലോചിച്ചാ എന്തൊരു ചറ്റ്, ഇതെന്തൊരു ചെറ്റ പരിപാടിയാണ്. നേരത്തെ ആവണം, ഇത് ഇപ്പൊ നീ കളിക്കണം. അത് നിനക്കറിയാം, അതുകൊണ്ടുള്ള സങ്കടമല്ലേ, അത് വേണം. പ്രശ്നമില്ല, ഞങ്ങൾ സാക്കിയുടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതിന്റെ അത്ര നടക്കണമെന്നില്ല. പിന്നെ അവിടെ നിൽക്കട്ടെ, എന്താ കുഴപ്പം? ഇനിയുള്ള പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടാണ്. ഇത് ചേഞ്ച് ചെയ്ത് കൂടെ നിന്ന് അടിച്ച് പോളിനാണ് കറക്റ്റ് പോളിട്ട് ഇതാക്കി അത് ഊമ്പിത്തരം, പക്ക ഊമ്പിത്തരം. വേണ്ട അത് നിക്കട്ടെ. ഞാൻ മാത്രം ഷട്ടിട്ട് കളിക്കല്, ബാക്കി ആരും തന്തയില്ലായ്മ കാണിക്കല്ലേ ബ്രോ. നോ ചേഞ്ച്. ഇവര് കാത്തുക റാംബോല് ഇത് ഇട്ടിട്ട് കളിക്കുന്ന ചീത്ത വിളിക്കൂല, അബദ്ധത്തിൽ വന്നാലോ വരൂല. ചീത്ത വിളിക്കാൻ ഇനി ആരും ചീത്ത വിളിക്കൂല. ഇനി ആരും ചീത്ത വിളിക്കൂല. അല്ല അതിനല്ല, അടുത്ത ഇത് ഞാൻ കഴിഞ്ഞ അടുത്ത രക്ഷപ്പെട്ടു കുത്തിക്കൊടുത്തേ. ശരിയാണോ? എല്ലാരും ഡിസ്കംഫർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ നിർബന്ധിക്കൂല. കീഴുള്ള ആൾക്കാരെ മാത്രമേ നിർബന്ധിക്കാൻ പറ്റും. കുഴപ്പമില്ലെങ്കിൽ ഇരിക്കാം. ഞാൻ ഷഡിട്ട് തുള്ളി വിക്കി ഇതെങ്കിലും ചെയ്യണം, ഇതെങ്കിലും ചെയ്യണം. കുറച്ചൊന്നും കാണരുത് കേട്ടോ. ഇതാ ആരാ പ്ലേസ് ചെയ്താ, നീയല്ലേ ഇതിന്റെ ആള്. നല്ല വടയാണല്ലോ. കുണ്ടൻ ജാസി ഞങ്ങൾ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായാലും വിക്കിയുടെ വയറൊന്ന് സൂം ചെയ്ത് പിടിച്ചോ. പിടിച്ചോ. എടാ വിക്കിയുടെ വടയൊന്ന് സൂം ചെയ്ത, വിക്കിയുടെ വയറൊന്ന് സൂം ചെയ്തരാ. ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പഠിക്കരുത്. വിക്കിന്റെ വട കാണുന്നില്ല. ആയോ? റെഡിയായോ? റെഡിയായോ? ഈ ചെയിൻ ചിലപ്പോ പൊട്ടുന്നത് ഇതൊന്നും റെഡിയായോ? കുത്തട്ടെ കുത്തട്ടെ കുത്തട്ടെ. ഓക്കെ അല്ല അത് അവിടെ വെച്ച് റെഡിയാ? മമ്മീസ് ഗിഫ്റ്റ്. ഓക്കെ ഓക്കെ റെഡി 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 റെഡി. ഐസിയുലൊക്കെ എത്തിയവരുണ്ട് ഈ സാധനം എടുത്ത് നിന്ന് കത്തുവോ? കൊടുക്ക കത്തിയാലും കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിക്കടാ. അടിച്ചോയാ ഓഫാക്കിനോടാക്കണോ? എക്സ്ട്രാ പവർ ആയിരിക്കടാ. പവർ തിരിച്ചങ്ങോട്ട് കയറിയാലോ. പവർ ഓവർലോഡ് അടിച്ചു പോകുന്നത്. എന്താ കഥ? ബാക്കി അറിയാം. ഞാനല്ലേ പിന്നെ ഓനാക്കിയത്. ഇതെന്താ ചില്ലറ വയറൊന്നും അല്ല. ചാറ്റ് എന്തിനാ റീസ്റ്റാർട്ട് ലൈവ് എന്ന് പറയുന്നത്? എന്തോ ചാറ്റ് വാട്ട് ഹാപ്പൻഡ്? എൽ സ്ട്രീം കാരണം പറ. എന്തോ എന്താ സംഭവം? ഷഡിട്ടുള്ളിന് ബാങ്ക് കിട്ടോ? ഏയ് പോടാ, അങ്ങനെയാണ് എന്റെ ചാനൽ എപ്പോ അടിച്ചോണ്ടതാ. പണ്ടത്ര തുള്ളിയതാ. മെയിൻ പരിപാടിയാണല്ലോ. ഞാനിവിടെ കുറെ നേരമായി കിടക്കുന്നത്. ഇത് ഇവൻക്ക് ഇതിന്റെ പരിപാടിയൊന്നും അറിയില്ല. ഇതെന്ത് എല്ലാം ഓപ്പറേറ്റർ ബ്രോ. ഇത് കുഴപ്പമൊന്നുമില്ല. ഇല്ല കുറച്ച് ആൾക്കാർ പറഞ്ഞു. അതെന്താന്ന് അതിന്റെ കാരണം പറ. ഹെൽ സ്ട്രീം
റെസ്പെക്ട് ഷമീർ. അതല്ല റൂൾസിന്റെ ഭാഗം. പക്ഷെ ഒരു റെസ്പെക്ട് പിടിച്ചു. അല്ല റൂൾസിന്റെ ഭാഗമാണ്. പക്ഷെ ഇത് അതേപോലെ ഉണ്ടാകണം. എല്ലാവരും ഇത് ചെയ്യണം. തിരിച്ചതാക്കും മാറ്റുന്ന പരിപാടി എല്ലാരും ചെയ്യണം. ഈ കീറിയ നോക്കണ്ട, ഇത് തിരിച്ചേ ഇടും, തിരിച്ചതിനെ ഒട്ടിച്ച് വെക്കാം. ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എല്ലാരും ഇത് ചെയ്യണം മക്കളെ. എല്ലാരും ഷട്ടിട്ട് കളിക്കണേ. സ്ട്രീം ബാൻഡോ അതിന് വെറുതെ പറയുന്നേന്ന് ചുമ്മാ പറയുന്നതായിരിക്കും. എടാ ഷഡ് ഇട്ടുള്ള അത് ബാനാവില്ല മൊത്തം. നമുക്ക് ഇതിന്റെ ഗൈഡ് ലൈൻസ് മൊത്തം അരച്ചാലും കുടിച്ചാലും നമ്മള് മണ്ണ ബുദ്ധിയാണിത്. അന്റെ ആവുമ്പോ വർക്കായില്ലല്ലോ. ഓടുകൂടി അടിച്ചു പോയി തോന്നുന്നു. അടിയിൽ സ്വിച്ച് ഉണ്ടോക്കി മിക്സിന്റെ ഒക്കെ അടിയിലുണ്ടോ? ഇത് ഒരു ചോദ്യം അല്ലല്ല ഇത് കുത്തുന്നോണ്ട് ഈ ഒച്ച വരുന്നേ. സാധനം ലേറ്റ് ആത്തോ? പെണ്ണൂർ അടിവസ്ത്രം പെണ്ണൂർ അടിവസ്ത്രം പെണ്ണൂർ അടിവസ്ത്രം പെണ്ണൂർ അടിവസ്ത്രം പെണ്ണൂർ അടിവസ്ത്രം പെണ്ണൂർ അടിവസ്ത്രം. അത് ഒരു നോക്കടാ, ഈ സാധനം ഒരു നോക്ക്. ആ വോളിയം കൂട്ടുന്ന സാധനം എല്ലാം കുറച്ച് വെച്ചേ. ഇതാക്കി നോക്ക്. എല്ലാം സീറോ ആക്കി. എവാസ് ഗ്യാങ് വളരെ മോശമായി പോയി. ആ പണിഷ്മെന്റ് എയർ സ്ട്രീം. എടാ ലോട്ടെ, നമ്മളല്ല എന്റെ കുണ്ടി ഇന്നലെ പൊള്ളിച്ചപ്പോ നിനക്ക് വളരെ മോശം തോന്നിയിട്ടില്ല. ഇത് ഹാമില്ലാത്ത പണിഷ്മെന്റ്. ഇന്നലെ എന്റെ ബോഡി ഹാം ചെയ്യുന്ന പണിഷ്മെന്റ് ആണ് ഉണ്ടായത്, അല്ല പൊള്ളിച്ച്. അപ്പൊ അതില് പ്രശ്നമില്ല. വിക്കിനൊന്ന് കാണിച്ചത് അല്ലടാ, ഇത് ഊരിയിട്ട് ഇത് വിക്കിനൊന്ന് കാണിച്ചത്. എന്റെ കുട്ടി കാണിക്കാം. ഞാൻ എഞ്ചിനീയർ റെഡി. എന്തേലും ഫീൽ ചെയ്യുന്നുണ്ടോ? വിക്കി കറക്റ്റ് റെഡി. പിടിച്ചോ, കൈ പിടിച്ചോ, റാമ്പോ കൈ പിടിച്ചോ. ഇപ്പഴേ പിടിച്ചോ. ഇല്ലടാ, അവനെ സഹിക്കും. നിന്നെ പോലെ ഒരു ഗേ അല്ലടാ അവന്. ആകുന്നില്ല, വർക്കാകുന്നില്ല. വയറ് കൂലി കണ്ടേ? വർക്കാവുന്നുണ്ടോ? അതെ, അല്ല വയറ് കൂലി അല്ല വയറ് കുളിക്കുന്നില്ല. ഉണ്ട്. പിടിച്ചോ പിടിച്ചോ. സ്പീഡ് കൂട്ടണം. അതിന്റെ ഇത്രല്ല ആവേശം ഉണ്ടായത്. എന്തിനാ മതി, നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് പരിഗണന കൊടുക്കണം. അടുത്ത അസ്പാഗ് ഇരിക്കട്ടെ. അല്ലല്ല, അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതിന് മുന്നേ എനിക്കൊരു കാര്യം, അത് കേട്ടിട്ട് ഷമീർ ഭയങ്കര സൈലൻസിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു കാര്യം പറട്ടെ. ചാറ്റില് എന്നൊക്കെ ഈ ചിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു സാധനമാണ് റെസ്പെക്ട് ഷമീർ, ക്ലിപ്പ് ഡിലീറ്റ്, ബാഡ് ലൈവ്, എൽ സ്ട്രീം. അതായത് ഇവ ഷഡ്ഡിട്ട് തുള്ളിയാ നിങ്ങൾ ഇത്രയും വലിയ സീനാക്കുന്നത് പോലെ. നമ്മളെല്ലാം എന്തെല്ലാം പരിപാടി കാണിച്ചതാ. പണിഷ്മെന്റ് ആർക്കെല്ലാം എന്തെല്ലാം ടൈപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇത് റൂളാണ്. ഇത് ഇവിടുത്തെ റൂൾ ഇതാണ്, മനസ്സിലാ? നീ ഇവിടെ പങ്ക് കേട്ടിട്ട് ബായും പൊട്ടി പറയുന്നുണ്ട്. റീസ്റ്റാർട്ട് ലൈവ്, ക്ലിപ്പ് ഡിലീറ്റ് എന്നല്ല പറയുന്നത്. ആ ക്ലിപ്പ് എങ്ങനെ ഡിലീറ്റ് ചെയ്യണം? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ക്ലിപ്പ് എങ്ങനെ ഡിലീറ്റ്? ഈ ലൈവ് ഓൺ സ്ട്രീം ലൈവ് നടക്കുമ്പോൾ തന്നെ മിനിമം ഒരു 200 ആൾക്കാർ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് മറ്റേ ക്ലിപ്പ് കട്ടിങ്സ് ആയിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്താൽ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ അതെ ഇത് 81,000 ആൾക്കാർ, അതായത് ഇത് എത്ര ആൾക്കാരാണ് നോക്കിയത്? നോക്ക്, 18,000 ആൾക്കാർ. ഇല്ലാകെ 500 ആൾക്കാരാണ് എന്നെ റെസ്പെക്ട് പറയുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഞാൻ ഷഡ്ഡിട്ട് തുള്ളുന്ന കാണാനാണ്. അപ്പൊ അതില്ല, അങ്ങനെ 500 ആള്. ഈ ആൾക്കാർ ഞാൻ പറയുന്നത്, ഈ നിങ്ങൾ ഈ ബാഡ് റെസ്പെക്ട് ഇങ്ങനത്തെ സാധനങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. നമ്മള് ലൈവില് റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാണ്. എനിക്കാണെങ്കിലും ഷമീറിനാണെങ്കിലും അസ്പാക്കിനാണെങ്കിലും റാംബോക്കിനും വാട്ടർ ഇപ്പത്തെ 1 മിനിറ്റ് മുമ്പത്തെ മോനെ
മോനെ ഈ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്ത അച്ഛനാക്കുന്നു. അച്ഛൻ MBBS പാസ്സായതാ. ഓപ്പറേറ്റർ എനിക്കറിയാം. തൊട്ടിക്കാൻ പോകുന്നത് അയ്യോ തൊട്ടിക്കല്ലേ വയറ് 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 മരിച്ചോ ഞാന് അത് താഴോട്ട് വയറിലെ കുറച്ചും കൂടി താഴോട്ട്. മെല്ലെ 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 കേറ്റിക്കോ നല്ല സ്പീഡിൽ തന്നെ കേറ്റിക്കോ സ്പീഡിൽ തന്നെ കൂട്ടിക്കോ കൂട്ടിക്കോ ആനടി കുറച്ച് കൂട്ടട്ടെ സ്പീഡ് ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ് ഞാൻ പറയട്ടെ കുറച്ച് എല്ലാം കുറച്ച്. ഇത് ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇതിൽ എനിക്ക് കുറച്ച് സംസാരിക്കണ്ട ഇതിനെ കുറിച്ച്. ഇത് മാറ്റി ഇതിനെ കുറിച്ച് മറ്റൊരു പരിപാടി ഇടക്കിടക്ക് കൂട്ടുന്നത് ഞാൻ സംസാരിക്കട്ടെ. ഇതിന്റെ എക്സ്പീരിയൻസ് പറയട്ടെ. എടാ നിക്ക് 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 പോയതല്ല എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിട്ട് ഇത് ഫുൾ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കട്ടെ മോനെ. അപ്പൊ ഗൈസ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇത് മാറ്റി ഞാൻ പറയട്ടെ. അത് കഴിഞ്ഞില്ലേ 30 സെക്കൻഡ് 1 മിനിറ്റ് അല്ലേ സാധാരണ? 1 മിനിറ്റ് കഴിഞ്ഞു. അല്ല 1 മിനിറ്റ് കഴിഞ്ഞു. വലിയ ഫാനൊന്നുമില്ല. ഓൾ ഗുഡ് ഇഷിക. Ishika, that is marathon fake fake है. I am not that. I am family man. No pain. No pain. Only. മതിയടാ 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 മതി 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 അടുത്താളെ അത് പോരാ മതിയടാ മതിയടാ ഷെമീറ മതി 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 ഇവര് ശരിക്കും ഭ്രാന്തനാണോ നമ്മളിപ്പോ ശരിക്കും ചെയ്തോണ്ടാ അതെടുത്ത് ഇവിടെ വെച്ചാൽ ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ ശരിക്കും ചെയ്തോണ്ടാ. അപ്പൊ എല്ലാ മാസവും പെണ്ണുങ്ങൾക്ക് ഇതാണ് ഉണ്ടാകുന്നത്. എന്ത് വിചാരിക്കുന്നു സീരിയസ്ലി ഇതോ ഇതിന്റെ പകുതി പോലും ഇല്ല പോടാ. പിന്നെ ഇതുണ്ടെങ്കിൽ അങ്ങനെ നോർമൽ ഫേസ് ആയിട്ട് ഇങ്ങനെ നടക്കാനും പറ്റുമോ? പീരീഡ്സ് ഉള്ള പെണ്ണുങ്ങൾ അങ്ങനെ റോഡിൽ കൂടെ ഇറങ്ങി നോർമലി നടക്കുന്ന ഒരിക്കലും ഉണ്ടോ? ഇത്ര ഉണ്ടോ? ഇത് ഭയങ്കര പെയിനാ. യെസ് ഓർ നോ? ഇത്ര ഉണ്ടോ? യെസ് നോ? അത് ഭയങ്കര സീനാ ഈ പെയിന്. കാരണം ഇത് ഇത്രയും പെയിൻ കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാനും ഇതാക്കാനും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശരിക്കും ഈ മെഷീൻ ഈ പീരീഡ് സിമുലേറ്റർ എന്നുള്ള മെഷീന് എല്ലാ മാസവും ഉണ്ടാകുന്ന പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന പീരീഡ്സ് ആണോ സിമുലേറ്റ് ചെയ്യുന്നത്? അതോ അതിന്റെ പകുതിയോ അതിന്റെ കൂടുതലോ? എന്താ സംഭവം? നീ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്തോ? എനിക്കറിയാം. ബ്രോ that's crazy. Bro that's fucking crazy. പ്രസവ വേദന എങ്ങനെ ആയിരിക്കും അല്ലേ? മരണവേദന പോലെ ഭയങ്കര സീന ഭയങ്കര സീന. അവിടെ ശരിക്കും നിനക്ക് വേദന എടുത്തോളാം. അതൊന്ന് അനുഭവിക്കും. അല്ല നിങ്ങൾക്ക് ഭാര്യയിലുള്ള അത് നല്ലതാ. ഇതൊന്നും അനുഭവിക്കുന്നത് നല്ലതാ. നിങ്ങളെ മെയിൻ മനസ്സിലാക്കുന്നത് നല്ലതാ. സീരിയസ്ലി നമ്മളെ മൈൻഡ് സെറ്റ് മാറും. പെണ്ണിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. നല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നല്ലതാണ്. അതെ അതെ അനുഭവിക്കണം. വേറൊന്നും കൊണ്ടല്ല, അത് നമുക്ക് പെൺകുട്ടികളോടുള്ള ഒരു അനുഭവിക്കുന്നതാണ്. അതെ അണ്ടർസ്റ്റാൻഡിങ്
അയ്യോ ഇതിലേതാ? ഓ ഇതിന് നല്ലേല് വറക്കാൻ കിട്ടത്. എടാ വേണ്ട അത്രയും വിത്തുണ്ട്. അത് പറഞ്ഞ കേട്ടില്ല. ഇത് പെട്ടെന്നൊന്നും ഉള്ളിലേക്ക് എത്തൂല, അത്രയും പിത്തുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല മറിയൂല മറിയൂല മറിയൂല. തുടങ്ങട്ടെ ഓക്കെ ഗോ. ഇടക്കിട്ടേക്ക് മാറ്റാൻ പറ്റൂല, അപ്പൊ കൂടും ഇനി വേണം. എന്താ ഫുൾ സ്പീഡാക്ക്. എടാ ഫുൾ സ്പീഡ് നോക്കല്ലടാ. ശരിക്കും പറഞ്ഞ എനിക്ക് ആവശ്യമുണ്ടോ ഇത്? കംപ്ലൈന്റ് വിന്നിങ് കംപ്ലൈന്റ് ഒന്ന് അടിച്ച ഛർദിക്കും. ഭയങ്കര പെയിൻ ഉണ്ടല്ലേ ഇതെല്ലാം ഇങ്ങനെ ഭയങ്കര എനിക്ക് ഇതല്ലടാ പ്രസവം ഞാൻ ആലോചിച്ചിട്ടാണപ്പോ. എടാ ശരിക്കും ഉണ്ടോടാ? പ്രസവ വേദന സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടാവുമോ? ഓ അത് സീനായിരിക്കും മോനെ. അത് ഇത്ര എല്ല് പൊട്ടുന്ന വേനയെന്നൊക്കെ പറയുന്ന ഓണായി ഓണായി ഓണായി. റെഡി. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു ഓണാവല്ലേത്. ഞാൻ ഒരു മിനിറ്റ് ഈ പുണ്യകർമ്മം ഞാൻ ചെയ്യട്ടെ. ഇതാ രണ്ടാമത്തെ ഏതാ ഏറ്റവും കൂടുതല്? അത് ഞാൻ മെല്ലെ മെല്ലെ പറഞ്ഞതാ, നീ ഫസ്റ്റ് മെല്ലെ ചെയ്തോ. ഈ രണ്ടിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് രണ്ട് അടുപ്പിച്ച് വെക്കല്ലേ? അങ്ങനെ നോക്കണം അങ്ങനെ ഫുള്ളാക്കണ്ടേ? ഇത് ഫുള്ളാക്കണ്ടേ? ഞാൻ പറഞ്ഞേക്ക് ഈ മിട്ടടാ കൈ ഞാൻ ഈ സാധനത്തിനെ രണ്ടിനെ കുറച്ചുകൂടി അകലത്തിൽ വെച്ചുകൂടെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാല് അടുപ്പിച്ച് നോക്കണോ? നമ്മളെല്ലാം അങ്ങനെ അങ്ങനെയാ നമ്മളെല്ലാരും അങ്ങനെ വെച്ചത്. ആണോ? മൂന്നോ നാലോ? രണ്ട് ഫസ്റ്റ് രണ്ട് ഞെക്കി ഇനി മൂന്നല്ലേ? അല്ലല്ല മൂന്ന് ഞെക്കി. രണ്ട് ഫുള്ളാക്കി മെല്ലെ മെല്ലെ ഓരോന്നാക്കി. ആ സൈക്കിളിനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ? എല്ലാം തിരിച്ച് എല്ലാം ഫുള്ളാക്കി. ഇത്രയേ ഉള്ളൂ നേരം. ഇത് വർക്കാതില്ലടാ. എടാ പോണാവുന്നത് എന്റെ പട്ടി പറയുന്നറി. അയ്യോ മതി അല്ലെങ്കിൽ കാര്യം പ്രായമുള്ള ആളാ. അങ്ങനെ ഒന്നുമില്ല. എനിക്കൊരു ചെറിയ തരിതരിപ്പാണ്. എങ്ങനെയുണ്ട് രണ്ട് വാക്ക്? ഇത് 28 ദിവസം കഴിയുമ്പോഴത്തേക്കുണ്ടാണ് പെയിനാണ്. ഭാര്യനെ കാണുമ്പോ കുറച്ച് റെസ്പെക്ട് നമുക്ക് കൂട്ടാം.